കാണാൻ പോകുന്നു ജിത്തു ജോസഫ് ആസിഫ് അലിയുടെ മിറാജ്. മിറാജ് ഡയറക്റ്റഡ് ബൈ ജിത്തു ജോസഫ്. മെയിൻ ലീഡിൽ വരുന്നത് ആസിഫ് അലി, അപർണ ബാലമുരളി, ദീപക്, സമ്പത്ത് രാജ്, ഹന തുടങ്ങിയവരാണ്. മ്യൂസിക് വിഷ്ണുരാജാണ്. ഒറ്റ ഇതിൽ പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ വേഴ്സ്റ്റ് തിയേറ്ററിക്കലി എക്സ്പീരിയൻസ്ഡ് മൂവി ഫോർ മീ ഇൻ 2025. അതാണ് മിറാജ്. ഒരു തരത്തിലും ഒരു ഇമ്പാക്റ്റ് ഇല്ല. ഞാൻ ഒരു നോർമൽ ത്രില്ലർ മൂവി എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയത്. അതിനെക്കാട്ടും വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഞാൻ വെച്ചിട്ടില്ല. ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒരുപാടുണ്ട്. ഒരു 10-15 പടം ഉണ്ടാക്കാനുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത എവ്രിതിങ് ഈസ് പ്രഡിക്റ്റബിൾ. അപർണ ബാലമുരളിയുടെ ഒഴികെ ബാക്കി എല്ലാം പ്രഡിക്റ്റബിൾ ആണ്. ഇതിലത്തെ ഏറ്റവും വലിയ കോമഡി ഇതിന്റെ വില്ലനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ്. പഴയ കാലത്തുള്ള മൂവിയില് എന്താ പറയാ, അമ്മാതിരിയിലൊരു റെപ്രസെന്റേഷൻ വില്ലനെ വെച്ചിരിക്കുന്നത്. അതായത് വൃത്തികെട്ട ഒരു ക്യാമറ ഷോട്ട്സും ഒരു തരത്തിലും ഇമ്പാക്റ്റ് ഇല്ലാത്ത BGM-ഉം എന്താ പറയാ, ലിറ്ററലി വേസ്റ്റഡ് ദ ടൈം ആൻഡ് മണി ഫോർ ദിസ് മൂവി എന്നേ പറയുള്ളൂ. ആവറേജ് എന്ന് പോലും ഇതിനെ വിളിക്കുന്നില്ല. കാരണം ഇതിനേക്കാൾ നല്ല മൂവീസ്, നല്ല ത്രില്ലർ മൂവീസ് വി ഹാവ് സീൻ ഇറ്റ്. ടോട്ടലി ഡിസപ്പോയിന്റഡ് വിത്ത് ജിത്തു ജോസഫ്. ഒന്നുമില്ല ഈ പടത്തിൽ, ഒന്നുമില്ല. ഒരുപാട് ടേൺസ് ആൻഡ് ട്വിസ്റ്റ് ഉണ്ടാക്കി അതിലോട്ട് എന്താണ് കൊളാബറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മൂവി വോണ്ട് ബി ഗുഡ്. അത് നല്ലൊരു മേക്കിംഗ് വേണം. ദർ വോണ്ട് ബി ഇമോഷണൽ കണക്ഷൻ. ഇതൊന്നുമില്ല. ചുമ്മാ കുറെ ടക് 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 എന്ന് പറഞ്ഞിട്ട് കുറെ ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് ഒക്കെ ക്ലൈമാക്സ് എത്തുമ്പോൾ ചിരിച്ചു പോകും. അതായത് വളരെ ഇമോഷണൽ സീൻസ് ഒക്കെ ആയിരിക്കും. ബട്ട് അതിലൊക്കെ ചിരിച്ചു പോകുന്ന ഒരു ഇതിലോട്ടാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായത്. ലിറ്ററലി ഹെവിലി ഡിസപ്പോയിന്റഡ് ഫ്രം ജിത്തു ജോസഫ്. പിന്നെ വേറൊരു പറഞ്ഞു കഴിഞ്ഞാൽ അപർണ ബാലമുരളി, ആസിഫ് അലി ഒന്നിക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റി മൂവി കിട്ടുമെന്ന് വിചാരിച്ചു. അതിലും ഡിസപ്പോയിന്റ്മെന്റ് ആണ്. എനിവേ, ലോക്കയുടെ വിന്നിംഗ് സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യും. മിറാജ് എന്ന പോലത്തെ ഒരു പടത്തിനൊന്നും ലോക്കനെ വെട്ടിക്കാൻ പറ്റില്ല എന്നതിലൂടെ മനസ്സിലായി. പോയി വരാം. ബൈ.